പോയില്ലേ ആ പാർക്കിന് തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഇവിടെ ഒരു വീട്ടിലുണ്ട്. നമുക്ക് ഇതിനുള്ളിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ. അപ്പൊ ഇതാണ് എൻട്രൻസ്. നമുക്ക് ഇതിനുള്ളിൽ പോവാം. അപ്പോൾ ഗായ്സ് ഇത് എന്താണ് എല്ലാ ഷോപ്പിംഗ് മാളിലും കാണുന്ന ഒരു സംഭവമാണ് റിട്ടെ. നമ്മുടെ എന്താണ് പ്ലാസ്റ്റിക് കുപ്പികളും പിന്നെ ക്യാൻസും മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ പാടുള്ളത്. വേറെ ഗ്ലാസസ് ഒന്നും ഇടാൻ പാടില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ പൈസ കിട്ടും. നല്ലൊരു കാര്യമാണ്. നമ്മളങ്ങനെ ഐസ്ക്രീം എടുക്കാൻ പോകട്ടോ. ഇതിനകത്ത് 6 പീസ് അടങ്ങുന്നുണ്ട്. ഇതിന് ഐസ്ക്രീം കോൺസ് 1.89 യൂറോയാണുള്ളത്. വളരെ നല്ലതാണ്, നല്ല ടേസ്റ്റ്. ഗൈസ് നമ്മളിനി പോകാൻ പോകുന്നത് ഡ്രിങ്ക്സിൻ്റെ സ്ഥലത്തിലേക്കാണ്. ഇവിടെയെന്ന് വെച്ചാൽ എല്ലാ ബ്രാൻഡുകളുണ്ട് കേട്ടോ. വൈനുണ്ട്, ബ്രാൻഡി ഉണ്ട്, വിസ്കി ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഇവിടെ ഉണ്ടും തള്ളും ഒന്നും ഇല്ലാണ്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാം ഇവിടെ. പിന്നെ ഇവിടെ ഓരോ ഡ്രിങ്ക്സിലും നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് ഉണ്ട് ഗൈസ്. ഓരോ കുപ്പിയിലും ഓരോരോ ഫ്ലേവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അന്നേരം കുടിക്കുമ്പോൾ നമുക്ക് ഒരു കയ്പ്പ് തോന്നത്തില്ല ഗൈസ്. എനിക്കറിഞ്ഞൂടെ, എൻ്റെ പപ്പയാണ് പറഞ്ഞത്. ഇതാണ് ഗൈസ് 5 ലിറ്ററിൻ്റെ വലിയ ബിയർ ആട്ടോ ഈ കാണുന്നത്. ഇതെങ്ങനെ കുടിച്ച് തീർക്കുമെന്ന് ആർക്കറിയാം. ഗൈസ് നമ്മളന്നേരം ബില്ലടിക്കാൻ പോവുകയാണ് കേട്ടോ. അന്നേരം നമ്മൾ മേടിക്കാനൊന്നും നിന്നില്ല. ഞങ്ങൾ വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഈ സെക്ഷനിൽ കയറിയതാണ്. നമ്മളിനി നേരെ ബില്ലടിക്കാൻ പോകട്ടോ. ഓരോ ഫ്ലേവേഴ്സ് ഇറങ്ങിയിട്ടുള്ളത്, സ്ട്രോബെറി മിക്സഡ് ഫ്ലേവർ ഒക്കെ ഉണ്ട്. അന്നേരം നമ്മൾ ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, നമ്മളന്നേരം ഈ ബാസ്ക്കറ്റ് നമ്മൾ ആ ബില്ലടിക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ വെക്കണം. അവിടെ നമ്മൾ എടുക്കുകയും ചെയ്യും, അവിടെ തന്നെ നമ്മൾ തിരിച്ച് പ്ലേസ് ചെയ്യും കേട്ടോ. അന്നേരം നമ്മുടെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സൈഡിൽ നിന്ന് ഒരു സെപ്പറേറ്റർ ഇട്ടു. നിങ്ങൾക്ക് കാണാൻ കഴിയും തോന്നുന്നു. ഇത് വെക്കണം, അല്ലെങ്കിൽ പുറകെ വരുന്ന ആൾക്കാരുടെ സാധനങ്ങളും കൂടെ നമ്മുടെയാണെന്ന് വിചാരിച്ചു പോകും. ഇവിടെ സെപ്പറേറ്ററാണ് ഗൈസ് അത്. ഗൈസ് നമ്മൾ സാധനങ്ങൾ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് കവർ കൊണ്ടുവരേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ ഗൈസ് നമ്മൾ ഇവിടുന്ന് പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും. ഗൈസ് പോകുന്ന വഴിക്ക് റിയൽ ഫ്ലവേഴ്സ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. നമുക്കിവിടെ റേറ്റിങ്ങും ചെയ്യാം കേട്ടോ, എങ്ങനെയുണ്ടെന്നൊക്കെ. ഗൈസ് നമ്മളന്നേരം റേറ്റൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എസ്കലേറ്റർ വഴി താഴേക്ക് പോവുകയാണ് കേട്ടോ. ഇനി താഴെ വന്നിട്ട് വേണം നമുക്ക് ഐസ്ക്രീം തിന്നാൻ. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം കേട്ടോ. നമ്മളന്നേരം ഐസ്ക്രീം തുറക്കാൻ പോവുകയാണ്. ഓ, ഐസ്ക്രീം ചോക്ലേറ്റ് ആൻഡ് വാനില ഫ്ലേവർ ആട്ടോ. ഗൈസ് ഇതാണ് മാക്സ് ഗൈസ്. ഇവൻ അടിപൊളിയാട്ടോ. ആ സൈഡിൽ കാണുന്ന കേട്ടോ നമ്മുടെ ഹൗസ് ഓണർ. അന്നേരം ഇദ്ദേഹത്തിൻ്റെ നായ കേട്ടോ ഈ കാണുന്നത്. ഈ നായ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇത് നല്ല അടിപൊളിയാട്ടോ. ഇത് ഡാൻസ് ഒക്കെ ചെയ്യും. ഇതിൻ്റെ ബ്രീഡിൻ്റെ പേരെന്ന് വെച്ചാൽ സ്നൗസ എന്നാണ് കേട്ടോ. കേട്ടോ ഇത് ഹൗസ് ഓണറിന്ന് ഭയങ്കര തുള്ളിച്ചേട്ടോ. ഞാൻ ബോൾ കൊടുക്കുന്നുണ്ട്. ആ നായ്ക്ക് വേണ്ടെന്ന് തോന്നുന്നു. അത് ഹൗസ് ഓണറിൻ്റെ പുറകെ പോവാണ്. എൻ്റെ കൂടെ നല്ല ഫ്രണ്ട്ലി ആട്ടോ. ഞാൻ എപ്പോഴും ഇതിൻ്റെ കൂടെ എന്താ പറയുക വാക്കിങ്ങിന് പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്.
ഇത് നല്ല അടിപൊളി കേട്ടോ. ഇത് ഇങ്ങനെ 2 കാലം നിൽക്കുന്ന കാണുമ്പോൾ നല്ല രസമാണ് ഗൈസ്. ഇനി അടുത്ത പരിപാടി ഇവനെ വാക്കിങ്ങിന് ഉണ്ടാവുന്നതാണ്. ഇവന് വാക്കിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇവനെല്ലാ മരത്തിൻ്റെ ചോട്ടിൽ പോയിട്ട് മുള്ളുന്നു, മണത്ത് നോക്കുന്നു, അടുത്ത മരത്തിൻ്റെ അങ്ങോട്ട് പോകുന്നു. ഇവന് വാക്കിംഗ് ഭയങ്കര ഇഷ്ടം കേട്ടോ. വാക്കിങ്ങിന് പോയപ്പോൾ എന്നെ പിടിച്ച് ഓടിക്കുമായിരുന്നു. ഇതുണ്ടോ ഗായ്സ്, ഇവിടെ വേറെ ഡോഗിനെ കണ്ടോണ്ടല്ലോ. ഇത് ഭയങ്കര കുറെ കേട്ടോ. ഇതിനെക്കാട്ടും വലിയ ഡോഗിനൊക്കെ കണ്ട, പക്ഷെ അത് ഇവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവൻ്റെ കാലൊക്കെ വിറയ്ക്കും കേട്ടോ. ഇവൻ്റെ കൂടെ വാക്കിംഗ് അതൊക്കെ അടിപൊളി കേട്ടോ. പിന്നെ ഇടയ്ക്ക് ബൗ വെക്കും ഗായ്സ്. ഇവൻ എന്നെ ഉണ്ടല്ലോ ഗ്രൗണ്ടിൽ കൂടെ ഓടിച്ച് ഓട്ടം, എൻ്റെ പൊന്നെ ഇവൻ എന്നെ ഓടിക്കുമായിരുന്നു കിടന്നിട്ട്. ഇവനാണെങ്കിൽ നിർത്താണ്ട് ഓടുമായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ ഇവൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ ഗൈസ്. അന്നേരം ഞാനും മാക്സും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടോ. അപ്പോൾ മാക്സും ഞാൻ നല്ല കമ്പനിയായി കണ്ടോ. എന്നെ ഓടിക്കുന്നുണ്ടില്ലേ ഗായ്സ്. ഇവിടുത്തെ നായകൾക്ക് ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ കളിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഫുൾ വാക്സിനേറ്റഡ് ആണ്. ഇത് വാക്സിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അസുഖങ്ങളൊന്നും വരത്തില്ല. ഇത് നമ്മളെ കടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമുക്കൊന്നും സംഭവിക്കുകയില്ല ഗായ്സ്. ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഗായ്സ്. അന്നേരം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.